നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് BSc അഥവാ BCA ഡിഗ്രി 2023-24 വർഷങ്ങളിൽ കഴിഞ്ഞവർക്ക് ഉള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. ഹയർ സ്റ്റഡീസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു തൊഴിലിലേക്ക് എത്തിപ്പെടാനായി വിപ്രോ നൽകുന്ന ഒരു അവസരം. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക്, BSc കഴിഞ്ഞ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു സമ്മർദ്ദം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള സമ്മർദ്ദം, ഡിഗ്രി കഴിഞ്ഞ് ഉടനെ ഒരു ജോലിക്ക് പോകാതെ ഒരു PGക്ക് പോയി അതും കൂടെ കഴിഞ്ഞ് ചെയ്താൽ പോരെ എന്നുള്ളതാണ് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, പലപ്പോഴും PGക്ക് വേണ്ടി രണ്ടര വർഷം സ്പെൻഡ് ചെയ്ത് PG കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, MSc ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ഡിഗ്രി കഴിഞ്ഞ് കിട്ടിയ അത്രയും ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ജോബ് പോലും പലപ്പോഴും കിട്ടിയില്ലെന്ന് വരാം. അപ്പോൾ അതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് പലരും ജോലിക്ക് പോകാറുണ്ട്. അവിടെ വെച്ച് അവർക്ക് PG സ്വപ്നം അവർക്ക് ഒഴിവാക്കി കളയേണ്ടിയും വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് വിപ്രോ നൽകുന്നത്. നിങ്ങൾക്ക് സാധാരണ ഒരു PG അല്ല, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനുകളായ IIT പോലെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ബിറ്റ്സ് പിലാനി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു M.Tech ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ BSc കഴിഞ്ഞ ഒരാൾക്ക് ഒരു MScക്ക് അർഹതയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ M.Tech സാധാരണ രീതിയിൽ എടുക്കാൻ വലിയ പാടാണ്. പക്ഷേ വിപ്രോയുടെ ഈ പ്രോഗ്രാമിനോടൊപ്പം ചെയ്യുമ്പോൾ അവർക്ക് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുള്ള ഒരു M.Tech പ്രോഗ്രാമാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതിനോടൊപ്പം ട്രെയിനിങ് പീരീഡിൽ ഒരു സ്റ്റൈഫൻഡ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വിപ്രോയുടെ ഭാഗമായി നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരവും കൂടെ ഒരു M.Tech നിങ്ങൾക്ക് നേടാനുള്ളൊരു അവസരവും. അപ്പോൾ ഇതൊരു ഏറ്റവും സ്വപ്നതുല്യമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിപ്രോ നൽകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ക്രൈറ്റീരിയ ഉള്ളവർക്ക് ഇത് പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. BSc BCA ഈ കോഴ്സുകൾ ഏതെങ്കിലും ഒന്ന് 2023-24 വർഷം കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഉള്ള അവസരമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് ഒരു സാധാരണ രീതിയിലുള്ളൊരു തൊഴിലവസരമല്ല, സാധാരണ രീതിയിലുള്ള ഒരു ഉപരിപഠന അവസരവുമല്ല. സാധാരണ രീതിയിൽ ഒന്നുകിൽ ഒരു ഉപരിപഠനം അല്ലെങ്കിൽ ഒരു തൊഴിലവസരം, ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷേ വിപ്രോ ഇവിടെ നൽകുന്നത് ഒരു ഉപരിപഠന അവസരം, അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ. അതിനോടൊപ്പം തൊഴിൽ, വിപ്രോ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു IT കമ്പനിയിൽ ഒരു ജോലിയും, അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു പഠനത്തിനുള്ള അവസരവും. അപ്പോൾ ഇത് രണ്ടും കൂടെ നൽകുന്ന പ്രോഗ്രാമിന് WILP എന്നാണ് അവർ അതിന് പേരിട്ടിട്ടുള്ളത്. വിപ്രോ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം, വർക്ക് തൊഴിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിശീലന പരിപാടി. അപ്പോൾ ഇതിനകത്ത് ശരിക്കും BCA അല്ലെങ്കിൽ BSc കഴിഞ്ഞവർക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു M.Tech കൂടെ ചെയ്യാനുള്ള ഒരു അവസരമാണ് നൽകുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ക്രൈറ്റീരിയ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ എലിജിബിലിറ്റി ഇതിനകത്ത് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണം എന്ന് ഞാൻ പറയാം. ഒന്ന്, 10th പാസ്സായ ഒരാളായിരിക്കണം, 12th പാസ്സായ ആളായിരിക്കണം. ഡിഗ്രിക്ക് 60% മാർക്ക് അല്ലെങ്കിൽ 6.0 CGPA. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് CGPA ബേസ്ഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് 6 വേണം, 6.0 എങ്കിലും മിനിമം വേണം. 5.9 CGPA ആക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ 60% എന്ന് പറഞ്ഞാൽ 59.9 പോലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. 60% കറക്റ്റ് ഉണ്ട്, അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. 10th-ലും 12th-ലും മുൻകാലങ്ങളിൽ അവർ 60% പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അപ്പോൾ 10th ജയിച്ചിരിക്കണം, +2 ജയിച്ചിരിക്കണം, ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, അത് BSc അല്ലെങ്കിൽ BCA ആയിരിക്കണം, അതിൽ 6.0 CGPA വേണം, അല്ലെങ്കിൽ 60% മാർക്ക് വേണം. അത് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻ അനുസരിച്ചുള്ളതായിരിക്കണം. ഏത് വർഷങ്ങളിൽ പാസ് ഔട്ട് ആയവരാണ് എന്ന് ചോദിച്ചാൽ 2023 പാസ് ഔട്ട് ബാച്ചിനും അപേക്ഷിക്കാം, 2024 പാസ് ഔട്ടായ ബാച്ചിനും അപേക്ഷിക്കാം. അപ്പോൾ 23-ലോ 24-ലോ BCA അല്ലെങ്കിൽ BSc കഴിഞ്ഞ ഒരു കുട്ടിക്ക് ആണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് BCA. ഇനി ബാച്ചലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ BScക്കകത്ത് എലിജിബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്ട്രീമാണെന്നുള്ളവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാ BScക്കാരും എലിജിബിൾ അല്ല. കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ് ഓക്കെയാണ്. BSc ഇൻഫർമേഷൻ ടെക്നോളജി, BSc മാത്തമാറ്റിക്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc ഇലക്ട്രോണിക്സ്, BSc ഫിസിക്സ്, ഇത്രയും ഡിഗ്രികൾ പഠിച്ചവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടതാണ് നമ്മളുടെ IT
കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന 2 സ്ട്രീമുകൾ, അതായത് BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT. ഇത് കൂടാതെ IT ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ട്രീംസാണ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ്. ഈ 4 സ്ട്രീമുകളും കൂടി എലിജിബിളാണ്. അപ്പോൾ ഇത്രയും സ്ട്രീമുകളിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ പഠിച്ചത് 23, 24 പാസ്സായവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഇതിനകത്ത് കുറേ കൂടെ ക്രൈറ്റീരിയ ഇവർ പറയുന്നുണ്ട് കേട്ടോ. 10ലും 12ലും ഓപ്പൺ സ്കൂളിൽ പഠിച്ചവർക്കും അല്ലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിച്ചവർക്കും അവർ അംഗീകരിക്കും. പക്ഷേ ഡിഗ്രി ഫുൾ ടൈം ആയിട്ട് പഠിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് വിപ്രോ നടത്തും. ആ ഓൺലൈൻ ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രിയുടെ ഏതെങ്കിലും ഒരു ബാക്ക് പേപ്പർ പെൻഡിങ് കിടപ്പുള്ളതുണ്ട് എങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് ആകുന്ന സമയം കൊണ്ട് നിങ്ങളത് തീർത്തിരിക്കണം. അവസാനത്തെ സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി നിങ്ങളത് തീർത്തിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു എങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ 6th സെമസ്റ്ററിൽ അത് തീർന്നതായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഡിഗ്രിക്ക് ഭാഗമായി നിങ്ങൾ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുമ്പം നാച്ചുറലി അതിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിക്കും. ഫിസിക്സ് പഠിച്ചാലും അതിൽ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കും. കമ്പ്യൂട്ടർ സയൻസിലും IT-യിലും മാത്സ് ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഡിഗ്രിയുടെ ഭാഗമായിട്ട് മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ബിസിനസ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഈ സബ്ജക്റ്റുകൾ കോർ മാത്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനിയും നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും ഇടയ്ക്ക്, അതായത് 10th-ലോ +2-ലോ +2-ന് ശേഷം ഡിഗ്രിക്കോ ഒക്കെ 3 വർഷം വരെ ഗ്യാപ്പ് വന്നാൽ അവർ സമ്മതിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ +2 കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ഡിഗ്രിക്ക് ചേർന്നത്. 2 വർഷം ഒരു ജോലിക്ക് ചേർന്നു. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ചേർന്നത്. 3 വർഷം നിങ്ങളൊരു ജോലി ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് എവിടെയെങ്കിലും 10th കഴിഞ്ഞ് +2-ലാകാം, +2 കഴിഞ്ഞ് ഡിഗ്രി തുടങ്ങിയതിലാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കരിയറല്ല നിങ്ങളുടെ അക്കാഡമിക്സിൽ ഒരു 3 വർഷം വരെയുള്ള ഗ്യാപ്പ് അനുവദിക്കും. അതിൽ കൂടുതലുള്ള ഗ്യാപ്പ് അനുവദിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനിയും ഡിഗ്രിയുടെ കാര്യത്തിൽ ഗ്യാപ്പ് അനുവദനീയമല്ല. അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരൊക്കെയാണ് എങ്കിൽ അത് അനുവദനീയമല്ല. 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഡിഗ്രി ആയിരിക്കണം. അതായത് തുടങ്ങിക്കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത കാര്യം ഒരാളായിരിക്കണം. അതുപോലെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ളവർ, അവർ പ്രത്യേകം പറഞ്ഞ ഭൂട്ടാൻ, നേപ്പാൾ നാഷണൽസിനെയൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അവർക്ക് ഭൂട്ടാൻ, നേപ്പാൾ സിറ്റിസൺസിനെ ആക്സെപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 18 വയസ്സിന് എബവ് ഉള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പാർട്ട് ടൈം ഡിഗ്രി അലൗഡ് അല്ല എന്നുള്ളത് ഓർക്കുക. ഇനി ഇവർ എടുക്കുന്ന ഡെസിഗ്നേഷൻ സ്കോളർ ട്രെയിനി എന്നുള്ള നിലയ്ക്കാണ്. സ്കോളർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിദ്യാഭ്യാസ പ്രോഗ്രാം എന്നാണ് ഉള്ള രീതിയിലാണ് അത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്കോളർ ട്രെയിനി ആയിട്ടാണ് നിങ്ങളെ എടുക്കുക. ഫസ്റ്റ് ഇയർ നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 15,000 പ്ലസ് ESI പ്രിവിലേജസ് ഒക്കെ തരും. അതുപോലെ ജോയിനിങ് ബോണസ് ആയിട്ട് 75,000 ഫസ്റ്റ് മന്ത് സ്റ്റൈഫൻഡിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യത്തെ മാസത്തെ സ്റ്റൈഫൻഡ് 15,000 ആണ് ലഭിക്കുക. പ്ലസ് 488 എന്നുള്ളത് ESI ആയിട്ട് അവർ നൽകുന്നുണ്ട്. ഇത് കൂടാതെ 75,000 രൂപ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ജോയിനിങ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതുമുണ്ട്. ഓക്കെ, അത് ആദ്യത്തെ സ്റ്റൈഫൻഡിനോടൊപ്പം തന്നെ കിട്ടും. രണ്ടാമത്തെ വർഷം മുതൽ നിങ്ങൾക്ക് 17,000 പ്ലസ് 533 ആണ് നിങ്ങൾക്ക് ലഭിക്കുക. 17,000 പ്ലസ് 533 സെക്കൻഡ് ഇയറിൽ ലഭിക്കും. തേർഡ് ഇയറിൽ അത് 19,000 ആവും. 19,000 പ്ലസ് 618, അതായത് ഏകദേശം 20,000 അടുത്ത് വരും. ഫോർത്ത് ഇയറിലാവുമ്പം ഏതാണ്ട് 23,000 ആയിരിക്കും നിങ്ങൾക്ക് 4ാം വർഷത്തെ സ്റ്റൈഫൻഡ്. ഇതെല്ലാം സ്റ്റൈഫൻഡ് എമൗണ്ടാണ്. ചെറിയൊരു എമൗണ്ട് ആണെന്ന് കണ്ട് അതിനെ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രമല്ല, ഒരു MTech നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് സൗജന്യമായി തന്നെ. ആ കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഒരു 60 മന്ത്സ് ട്രെയിനിങ് എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. അതായത് 60 മാസം നിങ്ങൾ ട്രെയിനിങ് എഗ്രിമെൻറ്റ്, അതായത് 5 വർഷത്തേക്ക് ഉള്ള ഒരു നിങ്ങൾ വിപ്രോയോടൊപ്പം തുടരും എന്നുള്ളതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ സൈൻ ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 75,000 നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതായത് ചുരുക്കം പറഞ്ഞാൽ ആദ്യം ജോയിനിങ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 70,000 ഇങ്ങ് തരും, വെറുതെ ഒരു കാര്യവും ഇല്ലാതെ. അത് നിങ്ങൾ റിട്ടേൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. പക്ഷേ ആ പോകുമ്പോൾ നിങ്ങളുടെ MTech ഡിസ്കണ്ടിന്യൂ ആവും. സാധാരണ രീതിയിൽ ആരും അത് ചെയ്യാറില്ല. കാരണം 5 വർഷം വിപ്രോയിൽ കണ്ടിന്യൂ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു MTech കിട്ടും, വിപ്രോയിൽ 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസും കിട്ടും. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിൻ്റെ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ
ക്രൈറ്റീരിയ, നിങ്ങളെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, അവർ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ആദ്യ റൗണ്ടായിട്ട് ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. അത് സാധാരണ രീതിയിലുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മോഡൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നന്നായി പ്രിപ്പയർ ചെയ്ത് ആ ടെസ്റ്റിന് വേണ്ടി പരിശീലനം നടത്തുക. അതിനുശേഷം സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഡിസ്കഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ഉള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും, ഒരു GD പോലെ നടത്തുന്ന കാര്യമായിരിക്കും. അതും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ റൗണ്ട് ഒരു HR ഇൻ്റർവ്യൂ ആയിരിക്കും. ഒരു HR ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു HR ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലായിരിക്കും അത് നടക്കുക. സാധാരണ ഒരു HR ഇൻ്റർവ്യൂ എങ്ങനെയാണോ നടക്കുക ആ രീതിയിലായിരിക്കും. അപ്പോൾ ഈ 3 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് തരും. അപ്പം അതിന് മുമ്പ് പ്രധാനമായ സെലക്ഷൻ ക്രൈറ്റീരിയ ഒന്നൊരു ടെസ്റ്റാണ്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, പിന്നെ ഒരു GD ഉണ്ടാവും, പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്ത് സെലക്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അവർ തരും. അത് കഴിഞ്ഞ് ഒരു പ്രീ സ്കിൽ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ ബേസിക് കാര്യങ്ങളൊക്കെ അവരൊന്ന് അസസ് ചെയ്യും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അവർ ഒന്ന് വെരിഫൈ ചെയ്ത് എൻഷുർ ചെയ്ത് നിങ്ങളുടെ കഴിവുകളൊക്കെ അവർ പരിശോധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫൈനൽ ഓഫർ ലെറ്റർ തരും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. മികച്ച അവസരമാണ്. വിപ്രോ പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച IT കമ്പനികളിൽ ഒന്നിലേക്ക് എൻട്രി കിട്ടാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നൽകുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ തന്നെ ആ ലിങ്കിനോടൊപ്പം തന്നെ വിപ്രോയുടെ ഒഫീഷ്യൽ പേജിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ വായിച്ച് അതൊക്കെ ബോധ്യപ്പെട്ടിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ January 31, 2025 ആണ്, രാത്രി 12 മണി. അതായത് 11:59. അതായത് 31 January 2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അവസാന ദിവസം വരെ വെയിറ്റ് ചെയ്യാതെ എത്രയും നേരത്തെ തന്നെ നിങ്ങളിതിനു വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ മികച്ച അവസരം ഒന്ന് ഗ്രാബ് ചെയ്യുവാനായി ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും പുതിയ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ പുതിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും, നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും 2023-24 BSc ഓർ BCA കംപ്ലീറ്റ് ചെയ്തവരാണ്, അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അവർക്കും അതൊരു പക്ഷേ ഒരു ഉപകാരം ആയേക്കാം. Once again, thanks for watching this video. Wish you all the best.